ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംഗ്രി ബേർഡ്സ് കിച്ചൺ. ഞാൻ ഗായത്രി. നമ്മുടെ ഇന്നത്തെ വിഭവം ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യലാണ്. എല്ലാ ദിവസവും നമ്മൾ ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെയും സാമ്പാറും തേങ്ങാ ചമ്മന്തിയും ചട്നിപ്പൊടിയും ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു ദിവസം ഇച്ചിരി വെറൈറ്റി ആയിട്ട് ഇച്ചിരി മാറ്റി പിടിക്കാം അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് ഉള്ളിച്ചമ്മന്തിയാണ്. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 കപ്പ് ചെറിയ ഉള്ളി, 1 ടൊമാറ്റോ, മുളക് പൊടി ആവശ്യത്തിന്, വഴറ്റിയെടുക്കാൻ വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്, 1 ടീസ്പൂൺ കടുക്, കറിവേപ്പില. ഇത്രയാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് നമ്മുടെ റെസിപ്പി തയ്യാറാക്കാം. ആദ്യം സ്റ്റൗ കത്തിച്ച് നമുക്ക് അതിലേക്ക് ഒരു പാൻ എടുത്ത് വെക്കാം. എന്നിട്ട് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ പറഞ്ഞ 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് അതിനകത്ത് കറിവേപ്പിലയിട്ട് കടുക് വറുത്തെടുക്കാം. ഓക്കെ, നമ്മുടെ പാൻ ചൂടായി കഴിഞ്ഞു. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 7 ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിടാം. നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഒന്ന് വാടി കിട്ടുമ്പോൾ നല്ല മൂത്തൊരു മണം വരും. ഓക്കെ, നമുക്കിനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 1.5 കപ്പ് ഉള്ളി, അതും 1 ടൊമാറ്റോയും മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തതാണ് ഈ എണ്ണയിലേക്ക് ഞാൻ ഇട്ടിരിക്കുന്നത്. ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് പാകത്തിന് മുളക് പൊടി ചേർക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്, പിരിയൻ മുളക്. 2 മുതൽ 3 ടീസ്പൂൺ ആണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി മധുരമായതുകൊണ്ട് ആണ് നമ്മളിപ്പോൾ ഒരു ടൊമാറ്റോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടാങ്കി ടേസ്റ്റ് വരും, ഒരു ചെറിയ പുളിപ്പ്. ആ പുളിപ്പ് പാകമായിട്ട് വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്വാദായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഞാൻ പാകത്തിന് എണ്ണ ഓരോരുത്തരുടെ കണക്കാണ്, അത് നമ്മൾ നോക്കി എടുക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ കണക്കിന് എണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പാത്രത്തിൻ്റെ സൈഡിൽ നിന്ന് വഴണ്ട് വരുന്ന ഉള്ളി അതൊക്കെ വിട്ട് വരണം. അതാണ് ശരിക്കും പറഞ്ഞാൽ എണ്ണയുടെ കണക്കറിയേണ്ടത്. നമ്മൾ വരണ്ട് പോരുത്, ഒരുപാട് വരണ്ട് പോരുത്. നമുക്കൊരു വെറ്റ് ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് എണ്ണ നമ്മൾ വേണമെങ്കിൽ നോക്കി ചേർക്കാം. തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. ആഹാ, കറിവേപ്പിലയുടെയും ആ വഴണ്ട് വരുന്ന ആ ഉള്ളിയുടെയും ടൊമാറ്റോയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട്. മുളക് പൊടിയുടെയും എല്ലാം നല്ലൊരു ഫ്ലേവർ ഇറങ്ങി വരും, നല്ലൊരു മണം വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എനിക്കിപ്പോൾ കുറച്ച് എണ്ണയും കൂടെ ചേരുമെന്ന് തോന്നുന്നു. അപ്പം അതനുസരിച്ച് ഇപ്പം കാണുന്നവർ, നന്നായിട്ട് പാകം ചെയ്യുന്നവർക്കൊക്കെ അറിയാം, നല്ല പാചകക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അറിയാൻ പറ്റും. ആവശ്യത്തിന് ആ എണ്ണ ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കണക്കിന് നമുക്കൊന്ന് വഴറ്റി കിട്ടും. ഇതിലേക്ക് നമുക്ക് ഉപ്പ് പാകത്തിന് നമുക്ക് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നമുക്കധികം ഉപ്പ് നല്ലോണം താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. തീരെ ഉപ്പ് കൂടിയാലും നമുക്കത് ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് പാകത്തിന് നമുക്ക് ടേസ്റ്റ് നോക്കി ചേർക്കാം. ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, സൈഡിൽ നിന്ന്
വിട്ട് വരുന്നുണ്ട് ഉള്ളി. അത് ഏകദേശം പാകമായി വരുന്നുണ്ട്. നല്ല തീയിൽ വേണം അത് ചെയ്യാനായിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളിത് വെച്ചിട്ട് പോകാനൊന്നും പറ്റത്തില്ല, എൻ്റെ കൂടെ അങ്ങ് നിൽക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലേശം കൂടെ ഉപ്പ് ചേർക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ചേർക്കാം. എനിക്കിത് പാകമാണ്, അതുകൊണ്ട് ഞാൻ അധികം ഉപ്പ് ചേർക്കുന്നില്ല. ടൊമാറ്റോയുടെ പുളിപ്പുള്ളത് കൊണ്ട് ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല. ഏകദേശം ആയി വരുന്നുണ്ട്. കുറച്ചൊരല്പം കൂടി വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാൻ യൂസ് ചെയ്താലും മതി. കുറച്ച് തീരെ അങ്ങ് ഡ്രൈ ആയി പോകാതിരിക്കാനാണ് നമ്മൾ എണ്ണ വേണോ ചേർക്കണം എന്ന് പറയുന്നത്. ഒരല്പം പാകത്തിന് മതി. ഒരുപാട് എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ എണ്ണയുടെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ എണ്ണ നിൽക്കുന്നത്. അത് പാടില്ല. നമുക്ക് കൂടുതൽ ടേസ്റ്റ് കയറേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് മെയിൻ കഥാപാത്രമായ നമ്മുടെ ഉള്ളിയുടെയാണ്. പിന്നെ സെക്കൻഡറി ആയിട്ട് നിൽക്കുന്നത് ടൊമാറ്റോ. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു മാറ്റം കാണുന്നുണ്ടല്ലോ. ശരിക്കും നല്ല പാകമായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉള്ളിയൊക്കെ നല്ലതായിട്ട് മൂത്ത് നല്ലൊരു മണം വന്നിട്ടുണ്ട്. ചെറുതായിട്ട് സിമ്മിലാക്കാൻ പറ്റും, ഒത്തിരി തീയാക്കണം. നമ്മുടെ ഉള്ളി ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഉള്ളി ചമ്മന്തി തയ്യാർ. ഉണ്ടോ? ഇത്രയേ ഉള്ളൂ കാര്യം, എളുപ്പമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പം നമ്മുടെ ഉള്ളി ചമ്മന്തി തയ്യാറായിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ നല്ല സ്വാദേറിയ ഒരു വിഭവമാണ്. ശരിക്കും നമ്മുടെ നാവിൽ ടേസ്റ്റ് ബഡ്സിൻ്റെ ഓരോ കോർണറിലും ചെന്ന് തട്ടി നല്ലൊരു ഫീസ്റ്റ് തന്നെ നമുക്ക് അനുഭവപ്പെടുന്ന രീതിയിലാണ് ഈ വിഭവം നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് ചേർന്നിരിക്കുന്ന ടൊമാറ്റോയുടെ പുളിപ്പ്, പിന്നെ ഉപ്പ് രസം, പിന്നെ ഉള്ളിയുടെ ഒരു മധുരം, വഴണ്ട് വന്ന ഉള്ളിയുടെ മധുരവും ചുമന്ന മുളക് പൊടിയുടെ ഒരു ടേസ്റ്റും എല്ലാം നല്ല ഫ്ലേവറാണ്. നമ്മൾ ശരിക്കും നാവിൽ അതിങ്ങനെ നിറഞ്ഞു നിൽക്കും. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇഡലിയും ഉള്ളിച്ചമ്മന്തിയാണ്. പക്ഷേ ഇഡലി മാത്രമല്ല, ദോശയും ഉള്ളിച്ചമ്മന്തിയും ചേരും. പിന്നെ അപ്പവും ഉള്ളിച്ചമ്മന്തിയും നന്നായിട്ട് ചേരും. അതുപോലെ പിന്നെ നമ്മുടെ ഗോതമ്പ് ദോശയും ഉള്ളിച്ചമ്മന്തിയും നന്നായിട്ട് ചേരും. കാരണം ഗോതമ്പ് ദോശ നിങ്ങൾക്ക് അറിയാം, കുറച്ച് ബ്ലണ്ടാണ് ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ടാങ്കി നല്ല സ്പൈസി ആയിട്ടുള്ള ഈ ഒരു വിഭവം കൂടെ ചെല്ലുമ്പോഴത്തേക്കും നല്ലൊരു നമുക്കത് ശരിക്കും ഒരു ഗോതമ്പ് ദോശയ്ക്ക് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടുന്നതായിട്ട് തോന്നും. ഹംഗ്രി ബേർഡ്സിൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക. ഇനി വീണ്ടും പുതിയ വിഭവവുമായി കാണുന്നവരെ ബൈ.